ഞാൻ കരുതിയിരുന്നത് ഒരു സിംപ്ലി ഒരു ലോഗോ ഡിസൈൻ ചെയ്യുക, അതിന് വേണ്ടിയിട്ടുള്ള കളേഴ്സ് സെലക്ട് ചെയ്യുക, അങ്ങനെയുള്ള ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ മാത്രമായിരുന്നു എനിക്കുണ്ടായിരുന്നത്. ഹായ്, ഞാൻ വഫ. ഞാൻ റീസെൻ്റായിട്ട് ഫ്രോക്ക് സ്കൂളിൻ്റെ 10 വീക്ക് ബ്രാൻഡിങ് ആൻഡ് പാക്കേജിങ് കോഹോർട്ടിൽ പങ്കെടുത്തിരുന്നു. അപ്പം ഒരു സ്വന്തമായിട്ട് ഡിസൈൻ പഠിച്ച ഒരാൾ എന്ന നിലയിൽ എനിക്ക് ബ്രാൻഡിങ് എന്നുള്ള ഒരു വേർഷനിൽ ഞാൻ കരുതിയിരുന്നത് ഒരു സിംപ്ലി ഒരു ലോഗോ ഡിസൈൻ ചെയ്യുക, അതിന് വേണ്ടിയിട്ടുള്ള കളേഴ്സ് സെലക്ട് ചെയ്യുക, അങ്ങനെയുള്ള ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ മാത്രമായിരുന്നു എനിക്കുണ്ടായിരുന്നത്. പക്ഷെ ഞാൻ ഇവിടെ ജോയിൻ ചെയ്ത് പിന്നെ ഒരു നല്ലൊരു കരിയർ ബ്രാൻഡിങ്ങിൽ ബിൽഡ് ചെയ്യണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടായിരുന്നു ജോയിൻ ചെയ്തിരുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റി, ഒരു ക്ലയൻറ്റ് അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ബിസിനസ്സിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് റിസർച്ച് നടത്തിയിട്ട് അതിൻ്റെ വിഷനും മിഷനും അതിൻ്റെ ടോൺ ഓഫ് വോയിസും പൊസിഷനിങ്ങും അതിൽ ഓഡിയൻസൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അതിനൊക്കെ അലൈൻ ചെയ്യുന്ന രീതിയിലാണ് ഒരു ലോഗോ നമ്മൾ ബിൽഡ് ചെയ്യേണ്ടതെന്ന കാര്യവും, അതുപോലെ തന്നെ ഒരു കമ്പനി എങ്ങനെ അവരുടെ ഓഡിയൻസിനെ അപ്രോച്ച് ചെയ്യണം, അവരുടെ ഓരോ എലമെൻസിലും എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ട് എന്ന് ശ്രദ്ധിക്കണം എന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു കാര്യം എനിക്ക് ഈ ഒരു കൊഹോർട്ടിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റി. ഒരുപാട് കാര്യങ്ങൾ ബ്രാൻഡിങ്ങിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി പറ്റി. അതുപോലെ പേഴ്സണൽ ബ്രാൻഡിങ്ങിലും മറ്റ് നമ്മൾ സെല്ല് ചെയ്യുന്ന ഡീല് ചെയ്യുന്ന കാര്യങ്ങളിലും പിച്ച് ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ പല കാര്യങ്ങളും നമുക്ക് ഡിസൈനിൻ്റെ മേഖലയിൽ പഠിക്കാൻ വേണ്ടി പറ്റി. സോ എനിക്ക് വളരെ യൂസ്ഫുള്ളായി. താങ്ക് യു.